തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ വന്യനായ എൻ്റെ സഹോദരനും നിങ്ങളുടെ മർദ്ദന സമാജത്തിന്റെ ചുമതലക്കാരനുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഷിനോസാമച്ചൻ നാടും വീടുമൊക്കെ വിട്ട് ന്യൂസിലൻഡ് ദേശത്ത് വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന മനോഹരമായ മർത്തമറിയം സമാജത്തിന്റെ സമുന്നതമായ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം ഒരുമിച്ച് പങ്കുകാരാകുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് പഴയ കാലങ്ങളെക്കാൾ വിഭിന്നമായിട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ മർത്തമ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പഠനവേദികൾ നമുക്ക് ഒരുപാട് ഒരുങ്ങുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഇന്ന് എന്നിൽ ചുമതലപ്പെട്ടിരിക്കുന്ന കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം, സ്കൂളിൽ അധ്യാപകർ പറയുന്ന ചാപ്റ്റർ 1, ലെസൺ 1 എന്നൊക്കെ പറയുന്ന ഭാഗമാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം. രൂത്തിന്റെ പുസ്തകത്തിലൂടെ എന്നാണ് 1-ാമത്തെ ചാപ്റ്ററിന്റെ പേര്. രൂത്ത് എന്ന പേരിന്റെ അർത്ഥം അറിയാമോ? റൂത്ത് എന്ന പേരിന്റെ അർത്ഥം ദയ എന്നും കരുണ എന്നും വ്യത്യസ്തമായ മേഴ്സി, ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥമാണ് രൂത്ത് എന്ന പേരിനുള്ളത്. അതുകൊണ്ട് തന്നെ രൂത്ത് എന്നുള്ള പുസ്തകത്തെ പഠിക്കുമ്പോഴും വാസ്തവത്തിൽ ഒരുപാട് കരുണ, ഒരുപാട് ദയയുടെ നല്ല ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ അഭിനന്ദനായ ദിയസ്കോറസ് തിരുമനസ്സുകൊണ്ട് എഴുതിയ ഈ പുസ്തകം പെട്ടെന്ന് വായിച്ച് നോക്കുവാനായിട്ട്, പഠിക്കുവാനല്ലെന്ന് വായിച്ചു നോക്കുവാനായിട്ട് ശ്രമം ഞാൻ നടത്തിയപ്പോഴും അതിനകത്തൊക്കെ ഇങ്ങനെ നല്ലൊരു ചില ഭാവങ്ങൾ വളരെ കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഈ പുസ്തകം, ഈ ഭാഗം നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ അതിമനോഹരവും നല്ല അർത്ഥതലങ്ങളുള്ള, വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന, വളരെ വേഗം നമുക്ക് വായിച്ചു തീർക്കാവുന്ന വേദപുസ്തകത്തിലെ ഒരു ഭാഗമാണല്ലോ രൂത്തിന്റെ പുസ്തകം എന്നുള്ളത്. ഈ അധ്യായത്തില്, ഈ 1-ാമത്തെ ചാപ്റ്ററില് തിരുമേനി ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്ന ഇംഗ്ലണ്ടിലെ മഹാകവിയായ ടെന്നിസൺ രൂത്തിന്റെ പുസ്തകത്തെ പറ്റി മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനി ഒന്നുമില്ലാത്ത കവിതയാണ് രൂത്തിന്റെ പുസ്തകം. അതായത് ഒരാളുടെ ലൈഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവനകൾക്കപ്പുറമായി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കോറിയിടുന്ന മനോഹരമായ ചില എഴുത്തുകളും ചില ചിന്തകളും ചില ജീവിത ശൈലികളുമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒപ്പം തന്നെ ഈ മനുഷ്യബന്ധങ്ങളുടെ മനോഹരമായ വിഭാവന ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ മരുമക്കളായിട്ടുള്ള എത്ര പേരുണ്ട്? ഞാൻ ഇടയ്ക്ക് ചോദ്യം ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. മരുമക്കളായ 2 പേരുണ്ട്. അമ്മായിയമ്മയായ എത്ര പേരുണ്ട്? ഒരാള്. അപ്പൊ മരുമക്കളായും അമ്മായിമ്മമാരായും ഒക്കെ ഇരിക്കുന്നവർക്ക് എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല ഈ ഭാഗങ്ങൾ. കാരണം എന്താ? ഇനിയിപ്പോ നമുക്ക് അമ്മായിമ്മയില്ല, മരുമക്കളുമില്ല, സ്വന്തവുമില്ല, ബന്ധവുമില്ല എന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ പുതിയ മനുഷ്യന് വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങളെ പറ്റിയല്ല പറയുന്നത് കേട്ടോ. പുതിയ ശൈലിയിൽ ഇങ്ങനെ മനുഷ്യന് വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയാണ് ഈ രൂത്തിന്റെ പുസ്തകം നമുക്ക് ഒരു പ്രതിപാദന വിഷയമായിട്ട് മാറുന്നത്. മറ്റു കാര്യത്തിൽ പറഞ്ഞാല് ഈ ബന്ധങ്ങളുടെ മനോഹരമായ ഒരു വിശകലനം, കൃത്യമായ ഒരു വിശകലനം അല്ലേ. ഇപ്പൊ ചില വീട്ടിലൊക്കെ കല്യാണം കഴിച്ചു വരുമ്പോ ചില അമ്മമാര് ആദ്യ സമയത്ത് പറയും, അച്ഛാ ഇതെന്റെ മരുമോളല്ല, ഇതെന്റെ മോളാ, അല്ലേ.
ഉടനെ മരുമോൾ വിളിക്കുന്നത് എന്താ? മമ്മീന്ന് വിളിക്കും. ഇതെന്റെ അമ്മായിമ്മയല്ല, പറ ഇതെന്റെ അമ്മയാണ്, അല്ലേ? ഇതെന്റെ അമ്മയാണെന്ന് പറയും, അല്ലേ? പക്ഷേ അത് 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 അതൊരു ആരംഭ ശൂരത്വമാണ്. എന്ന് പറഞ്ഞാല് ആദ്യ സമയങ്ങളിലുള്ള ഒരു ആവേശത്തിന്റെ ഭാവമായിട്ടാണ് പലപ്പോഴും അങ്ങനെ കാണുന്നത്. എന്നാല് ഈ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അമ്മയാണോ മരുമകളാണോ അമ്മായിമ്മയാണോ എന്ന യാതൊരു വിഭാഗീയതമില്ലാതെ മനോഹരമായ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഇത് പഠനമാവുന്നത് തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടാണ് എന്റെ മനസ്സിലേക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. തികച്ചും മാനുഷികവും സ്വാഭാവികമായ നല്ല ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് പരിപാലിക്കുന്നതിന്റെ മനോഹരമായ തലങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് രൂത്ത് എന്ന് പറയുന്ന സ്ത്രീക്ക് അത്രമാത്രം പ്രയോജനം ഉണ്ടായത്. കർത്താവിന്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ട ഒരു വനിതയാണ് ആര്? രൂത്ത്, അല്ലേ? നമുക്കറിയാം ചില വ്യക്തികളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും അവരെങ്ങനെ കർത്താവിന്റെ വംശാവലി, വേശ്യ സ്ത്രീ കർത്താവിന്റെ വംശാവലിയിലുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ രൂത്തിനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയവളാണ് കർത്താവിന്റെ വംശാവലിയിൽ ചേർക്കപ്പെടുവാൻ. അതായത് ദാവീദിന്റെ വലിയ വല്യമ്മയാണ് ആയിട്ടാണ് രൂത്ത് അറിയപ്പെട്ടുള്ളത് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ രൂത്തിന്റെ പുസ്തകത്തിലെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രൈസ്റ്റ് ഈസ് ദ റെഡീമർ. ക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനാണ്. ആ ക്രിസ്തുവിന്റെ ഭാവം അലങ്കരിക്കുന്ന ആളാണ് പ്രത്യേകമായിട്ട് കാണുവാൻ കഴിയുന്നത് ബോവാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അല്ലേ? ബോവാസ് രൂത്തിനെ കാണുന്നതും കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള സ്നേഹവും പ്രണയവും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന്റെ, രക്ഷിതാവിന്റെ മനോഹരമായ ഭാവമാണ്, അല്ലേ? ഗോയൽ എന്ന എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചാർച്ചക്കാരൻ, പ്രതികാരകൻ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും വീണ്ടെടുപ്പുകാരൻ എന്ന പരിഭാഷയാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബോവാസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന്റെ മനോഹരമായ ഒരു ഭാവം. നമുക്കറിയാം, നമ്മള് വിവാഹ കൂദാശയിൽ സംബന്ധിക്കുമ്പോൾ, ഞാൻ ഇതുമായിട്ട് ചേരുന്ന കാര്യങ്ങൾ പറയുന്നത് കേട്ടോ, കുഴപ്പമില്ലല്ലോ, ഇതുമായിട്ട് ചേരുന്ന കാര്യങ്ങൾ പറയുകയാണ്. വിവാഹ കൂദാശയിൽ സംബന്ധിക്കുമ്പോൾ ആദിയോടന്തം ക്രിസ്തു എന്ന മണവാളിനെ സൂചിപ്പിക്കുകയാണ്, സഭ എന്ന മണവാട്ടിയെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന്റെ സ്ഥാനമാണ് ബോവാസിനുള്ളതും മണവാട്ടിയായ തിരുസഭയുടെ മറ്റൊരു പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ് രൂത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ എന്നുള്ളതും. അപ്പോ ക്രിസ്തു എന്ന മനോഹരമായ വീണ്ടെടുപ്പുകാരനെ പറ്റിയുള്ള മനോഹരമായ പ്രതിപാദ്യം ഈ ബോവാസിന് കൽപ്പിച്ചു നൽകുന്നുണ്ട് എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയുക. എന്നാല് ബോവാസ് എന്ന പേരിന്റെ അർത്ഥം ബലം അവനിൽ, ബലം അവനിൽ എന്നാണ് ബോവാസ് എന്ന പേരിന്റെ അർത്ഥം. വീണ്ടെടുപ്പിന് യാതൊരു അർഹതയും ഇല്ലാത്ത മോവാബ്യ കൂട്ടത്തിൽ നിന്നാണ് രൂത്തിനെ പൂർണ്ണമായി വീണ്ടെടുത്തത്. മോവാബ് പ്രദേശത്ത് ജനിച്ചു വളർന്നവളാണ്. മോവാബ്യ സ്ത്രീയാണ് ആര്? രൂത്ത് എന്നുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. അതായത് ദൈവകൽപ്പനയിൽ ദൈവത്തിന് ഏറ്റവും വിരോധമുള്ളൊരു കാര്യമുണ്ട്, പുറജാതിക്കാരിയായ സ്ത്രീകളെ വിവാഹം കഴിക്കരുതെന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവകൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് പുറജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിയും. ഈ ആഹാബ് രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ട് വേദപുസ്തകത്തിൽ, അല്ലേ? ആഹാബ്, ഇസബേല്. ആഹാബ് ഇസ്രായേലിലെ ശക്തനായ രാജാവാണ്. ഇസബേല് പുറജാതിക്കാരിയായ സ്ത്രീയാണ്. ഈ ആഹാബ് രാജാവ് തന്റെ വാണിജ്യ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുവാനായിട്ടാണ് ഈ ഇസബേലിനെ വിവാഹം കഴിച്ചത്. സംഭവിച്ചെന്താണ്? ദൈവ കോപത്തിന് ഇടയാക്കി ദൈവത്താൽ നശിപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ് ആഹാബിന്റെയും ഇസബേലിന്റേതും എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തൊരിക്കലും സ്ത്രീകളോട് പുറജാതികളോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ഈ പഴയ നിയമത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പോ ഈ മോവാബ്യ സ്ത്രീ എന്ന് പറഞ്ഞത് രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. പക്ഷേ അവളെ വീണ്ടെടുക്കുവാൻ ബോവാസ് വന്നു എന്നുള്ളത് ക്രിസ്തുവിന്റെ മനോഹരമായ ഭാവത്തെയാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ മോവാബ്യർ ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? മനസ്സിലായിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ?
മോവാബ്യർ ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ഒന്ന് വായിക്കുമ്പോ ഞാൻ പെട്ടെന്ന് പറയാം. ലോത്തിന്റെ വീട്ടിലോട്ട് 3 പുരുഷന്മാർ കടന്നു വരുന്നുണ്ട്. സംഭവം അറിയാമല്ലോ അല്ലേ? 3 പുരുഷന്മാർ കടന്നു വരുന്നുണ്ട്. ലോത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട്. അവസാനം കുറെ ആള് തിക്കിക്കൂടുന്നു. നിന്റെ വീട്ടിൽ വന്നവരാരാണ്? അവരെ വിട്ടുതരിക, ഞങ്ങൾ അവരെ ദേഹണ്ഡം ചെയ്യുവാനായിട്ട് പോവുകയാണ് പറയുമ്പോ ലോത്ത് പറയുന്നുണ്ട്, എനിക്ക് പുരുഷന്മാർ തൊടാത്ത 2 പെൺമക്കളാണുള്ളത്, അവരെ തരാം, എന്നാൽ പോലും ഇവരെ വിട്ടു തരിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ലോത്ത് വീടിന്റെ വാതിലടയ്ക്കുന്നു. ഈ പുരുഷന്മാര് അകത്ത് ലോത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് വന്ന ഇവരുടെയൊക്കെ കണ്ണിന് അന്ധത വരുത്തുന്നു അല്ലേ? അങ്ങനെ ഈ ദൈവപുരുഷന്മാര് പറയുകയാണ്, ലോത്തെ, നിനക്കുള്ള നിന്റെ മക്കളെയും നിന്റെ ഭാര്യയും നിന്റെ ബന്ധുക്കളുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവാ, നിങ്ങൾ ആ മലയിലേക്ക് ഓടി പോകാൻ പറയുന്നു. ലോത്ത് പറയുന്നു, എനിക്ക് ആ മല ഓടിക്കയറാൻ പ്രയാസമാണ്. ഒന്ന് പറഞ്ഞ് ഞാൻ അടുത്തുള്ള പട്ടണത്തിലേക്ക്, സോവാർ എന്ന പട്ടണത്തിലേക്ക് നീ ഓടിപ്പോക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നു, ഉപ്പുതൂണായിട്ട് മാറുന്നു. അങ്ങനെ പോയി അവര് ആ പട്ടണത്തിൽ ചെന്ന് പാർക്കുന്നു. അപ്പോൾ ലോത്തിന്റെ പെൺമക്കൾ രണ്ടുപേരും പറയുകയാണ്, ഇനി ഈ ഭൂമിയില് ദൈവം എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ, സോദോം ഗൊമോറ അല്ലേ, മൊത്തം നശിപ്പിച്ചു കളഞ്ഞല്ലോ, ഇനിയും ഇവിടെ പുരുഷന്മാരാരും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പനെ മദ്യം കുടിപ്പിച്ച് ശയിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അപ്പനെ മദ്യം കുടിപ്പിച്ച് 2 പെൺമക്കളും അപ്പനോടൊപ്പം ശയിക്കുന്നു. ഇങ്ങനെയാണ് ഒരു സന്തതി നിലനിർത്തുവാൻ വേണ്ടി ഈ പെൺകുട്ടികൾ, ലോത്തിന്റെ മക്കൾ കാണിച്ച ഒരു നീച തരമായ പ്രവൃത്തിയെന്നോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലടങ്ങാത്ത പ്രവൃത്തിയെന്നോ ഒക്കെ പറയുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് ഈ തലമുറ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് മോവാബ്യര് മനസ്സിലാകുന്നുണ്ട്, പാപത്താൽ പരിഗ്രഹിക്കപ്പെട്ട് ജന്മം നൽകിയത് കൊണ്ടാണ് ഈ മോവാബ്യ അപ്പനിൽ നിന്ന് മകൾക്ക് ഉണ്ടായ മക്കൾ എന്ന നിലയിലാണ് ഈ തലമുറ അറിയപ്പെട്ടത്. അങ്ങനെയാണ് മോവാബ്യർ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് അതുപോലെ എതിർപ്പാണ് മോവാബ്യർ എന്നുള്ളത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കഴുത സംസാരിക്കുന്നത് അല്ലേ? പുറജാതികളുടെ പ്രവാചകനാണ് ബിലെയാം പ്രവാചകൻ. ബിലെയാം പ്രവാചകന് ഇവിടെ പോകുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് പോകും. ഇസ്രായേൽ ജനം ഇങ്ങനെ യാത്ര ചെയ്തു വന്ന് മോവാ പ്രദേശത്ത് പാളയം അടിക്കുന്നുണ്ട്. മോവാ പ്രദേശ രാജാവായിരുന്നു ബാലാക്ക്. ഈ ബാലാക്ക് രാജാവിന് പേടിയായി പോയി, ഇസ്രായേൽ ജനം ഇങ്ങനെ വന്ന് മോവാ പ്രദേശത്ത് പാളയം അടക്കിയാൽ അവരുടെ ജനത്തെ എന്ത് സംഭവിക്കും? അങ്ങനെ അവര് ദൈവത്തിന്റെ പ്രവാചകനെ കൊണ്ടുവന്ന് ശപിക്കാൻ ശ്രമിക്കുകയാണ്. പ്രവാചകൻ ശപിക്കാൻ നോക്കുന്നു, പക്ഷെ ശപിക്കാൻ പറ്റുന്നില്ല. അവസാനം പ്രവാചകൻ ഒരു കുബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. ബിലെയാം പ്രവാചകൻ ബാലാക്ക് രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ജനം ദൈവത്തിന്റെ ജനമാണ്, ഇവരെ ശപിക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനം പാപം ചെയ്യണം, പാപം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശപിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇസ്രായേൽ ജനം മോവാബ്യരുമായിട്ട് പരസംഗം ചെയ്യുന്നു. അങ്ങനെയാണ് പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, അത്രമാത്രം ദൈവത്തിന് വെറുപ്പാണ് മോവാബ്യരോട്, ദൈവത്തിന് അത്രമാത്രം വെറുപ്പാണ് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് അറിയണം. അതാണ് പറയുന്നത്, മോവാബ്യർ ദൈവവിരോധികളാണ്, വീണ്ടെടുപ്പിന് യാതൊരു അർഹതയില്ലാത്തവരാണ്. മോവാബ്യ കൂട്ടത്തിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായും വീണ്ടെടുത്തത് കൊണ്ട് അവളെ ഭാര്യയെ സ്വീകരിപ്പാൻ ബോവാസ് തയ്യാറായി അല്ലേ? ജാതികളിൽ നിന്നാണ് ദൈവം തന്റെ ഭാര്യയെ, അതായത് സ്വർഗീയ മണവാള മെശിഹ മണവാട്ടിയായ തിരുസഭയെ സ്വീകരിച്ച പോലെ തന്നെ ബോവാസ് തന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ രൂത്തിനെ തയ്യാറാക്കുന്നത് എന്ന് പ്രത്യേകം കർത്താവ് ഒരിക്കൽ രക്ഷാപദ്ധതിയിൽ സർവ്വജാതികളുടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവക്ഷയാണ് ഇവിടെ പ്രത്യേകമായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇനി അടുത്ത പറയാനുള്ളത്, ഇതിന്റെ ഓദർ, അത് എഴുതിയ കാലം അല്ലേ, ഗ്രന്ഥകർത്താവും അത് എഴുതിയ കാലവും ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറി പോകുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ, എന്തുകൊണ്ടാണ് ദൈവത്തിന് മോവാബ് പ്രദേശം വരുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ഓദറിനെ പറ്റി പ്രത്യേകിച്ച് ഒതന്റിക് ആയിട്ട് ഒന്നും നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല, പ്രത്യേകമായ സൂചന ഒന്നുമില്ല. പിന്നെ 1 ശമൂവേൽ 2 ശമൂവേൽ പുസ്തകങ്ങള് എഴുതിയ അതേ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ആ പുസ്തകത്തിന് അതേ ഒരു എഴുത്തിന്റെ ശൈലിയാണ് ഉള്ളത് കൊണ്ട് ഇത് യഹൂദ റാബിമാരുടെ ഒരു പാരമ്പര്യം, ശമൂവേലാണ് എഴുതിയതെന്ന് ഒരു അവകാശവാദമുണ്ട്. പിന്നെ ശമൂവേലിന്റെ കാലശേഷമാണ് ഇത് എഴുതിയെന്ന് വാദിക്കുന്നവരുണ്ട്. ദാവീദിന്റെ വംശാവലി നൽകണമെന്നത് ഗ്രന്ഥകാരന്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതുകൊണ്ടാവാം
ഇത് പ്രവാസ കാലത്തിന് ശേഷം എഴുതിയതാണെന്ന് ചിന്തയുണ്ട്. BC 4 5 നൂറ്റാണ്ടിൽ അതിന്റെ ആദ്യ ഭാഗത്ത് എഴുതപ്പെട്ടതായ ചിന്തയുണ്ട്. പിന്നെ എന്തുവാണെങ്കിലും ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരമുള്ളത് പാരമ്പര്യപ്രകാരം ന്യായാധിപന്മാരുടെ കാലഘട്ടം ഏകദേശം BC 1300 ആണ് ഉണ്ടായ സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്രാധാന്യമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇങ്ങനെ പല ചിന്താഗതികളാണ് ഇതിന്റെ പുറത്ത് ഉള്ളത് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് അറിയണം. ഇനിയും ഈ മോവാബ്യരും യഹൂദരും 1300 BC 1300 ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതിക്കും മുൻതൂക്കം ഉണ്ട്. പിന്നെ മോവാബ്യരും യഹൂദരും തമ്മിലൊരു തലക്കെട്ടുണ്ട്. ഒരു മോവാബ്യ സ്ത്രീ എന്ന നിലയിൽ രൂത്ത് ലോത്തിന്റെ വംശാവലിയിലെ ഒരു കണ്ണിയാണ്. രൂത്ത് ലോത്തിന്റെ വംശാവലിയിലെ ഒരു കണ്ണിയാണ്. നിങ്ങളത് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ഒന്ന് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മുമ്പേ പറഞ്ഞ സംഭവം അവിടെ കാണുവാനായിട്ട് കഴിയും. രൂത്തിന്റെ അമ്മാവിയമ്മയായിരുന്നു നവോമി. നവോമി ഒരു യഹൂദ വംശജയാണ്. യഹൂദ വംശത്തിൽ വർഗത്തിൽ ജനിച്ചവളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ ക്ഷാമം ഉണ്ടായപ്പോ ഇസ്രായേലിനായ എലീമേലേക്കും ഭാര്യ നവോമിക്കും 2 മക്കളുണ്ടായി. 2 മക്കളുടെ പേരാണ് മഹ്ലോനും കില്യോനും. അല്ലേ? മഹ്ലോനും കില്യോനും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഗുണമില്ലാത്ത 2 എണ്ണമായിരുന്നു. അല്ലേ? ഗുണമില്ലാത്ത 2 എണ്ണമായിരുന്നു. അല്ലേ? ഇന്ന് പേരൊക്കെ ഇടുമ്പോ ഒന്ന് പ്രത്യേകം ഓർക്കണം കേട്ടോ. മഹ്ലോനെന്നും കില്യോനെന്നും പേരിടലില്ല കേട്ടോ. എന്താ മഹ്ലോൻ എന്ന പേരിന്റെ അർത്ഥം എന്താ? മഹ്ലോൻ ക്ഷീണിതനാണ്. അല്ലേ? പിന്നെ കില്യോനോ ക്ഷയിച്ചു പോകുന്നവൻ. അല്ലേ? ഇത് വല്ലാത്തൊരു പേരാണ്. എന്നാൽ യൂദ എന്ന പേര് പിള്ളേർക്ക് കിട്ടണം കേട്ടോ. എന്താ യൂദ എന്ന പേരിന്റെ അർത്ഥം? പ്രൈസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്തുതി എന്നാ. പക്ഷെ നമ്മളിടത്തില്ല. കാരണം എന്താ? യൂദ നമ്മളെ പറ്റി മനസ്സിൽ വലിയ ക്രൂരം ചെയ്ത ആളാ. അല്ലേ? കർത്താവിനെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തവനാ. അല്ലേ? എന്നൊക്കെ പറയും. പക്ഷെ പേരുകളുടെ അർത്ഥം എപ്പോഴും നമ്മൾ ഒന്ന് ഓർക്കണം. ഞാൻ ചിലപ്പോൾ തമാശക്കൊക്കെ പറയാറുണ്ട്, എന്റെ അപ്പൻ എനിക്കിട്ട പേര് ഷീബു. എല്ലാ അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ നവോമി എലീമേലേക്ക് ഈ ദമ്പതികൾക്ക് ഉണ്ടായ മക്കളാണ് കില്യോനും മഹല്യോനും. പക്ഷേ എന്തു ചെയ്യാനാ, ഒരു ഗുണവുമില്ലാതെ രണ്ടുപേരും കുറച്ചു വർഷക്കാലം ജീവിച്ച് രണ്ടുപേരും മരിച്ചു പോകുന്നു. അല്ലേ? അവരുടെ ഭാര്യമാരാണ് ആരൊക്കെ? ഓർപ്പയും രൂത്തും. അല്ലേ? മഹ്ലോന്റെ ഭാര്യയാണ് ആര്? മഹ്ലോന്റെ ഭാര്യയാണ് ഓർപ്പ. അല്ലേ? അവിടെ പേരർത്ഥം എന്താണ്? ഓർപ്പ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ എന്നാണ്. അല്ലേ? രൂത്ത് എന്ന പേരിന്റെ അർത്ഥമാണ് സഖിയായവൾ. അല്ലേ? സഖാവ് അല്ലെങ്കിൽ സഖിത്വമുള്ളവൾ എന്ന് രൂത്ത് എന്ന പേരിന്റെ അർത്ഥം. ഏകദേശം 10 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച ശേഷം മഹ്ലോനും കില്യോനും മരിച്ചുപോയി. അല്ലേ? ഇപ്പോ ഇനിയുമാണ് നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരാൻ പറ്റുന്നത്. ഇത്രയും ഒരു ഹിസ്റ്ററി പശ്ചാത്തലത്തിൽ ഇനി കുടുംബത്തിലേക്ക് വരികയാണ്. അപ്പോ മരുമക്കള് 2 മരുമക്കളുണ്ട്. ആർക്ക്? നവോമിക്ക്. അല്ലേ? ബാക്കി എല്ലാവരും മരിച്ചുപോയി. അപ്പൊ സ്വാഭാവികമായിട്ട് 2 കൊച്ചു പെൺപിള്ളേരാണ്. അല്ലേ? അമ്മായിമ്മ പറഞ്ഞു, മോളെ ഏതായാലും നമുക്ക് മക്കളൊന്നും നിങ്ങൾക്ക് ആയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോ. അവിടെ പോയി നിങ്ങളുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം കിട്ടും, ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾ പുസ്തകം വായിക്കാൻ അറിയാം. വായിച്ചല്ലോ അല്ലേ? രൂത്തിന്റെ പുസ്തകം വായിച്ചല്ലോ. അമ്മായിമ്മ സ്നേഹത്തോട് പറയുന്നുണ്ട്, നീ ചെല്ല്, പോയി ഇനിയും നിന്റെ വീട്ടിലേക്ക് പോ, നിന്റെ പിതൃഗ്രഹത്തിലേക്ക് പോ എന്ന് പറയുന്നുണ്ട്. അല്ലേ? അപ്പോ നമ്മുടെ ഓർപ്പ എന്ത് ചെയ്തു? ഇത്രയും തങ്കപ്പെട്ട, ഇത്രയും പൊന്നുംകുടമായ ഒരു അമ്മായും എനിക്ക് എവിടെ കിട്ടും? അല്ലേ? ഭർത്താവ് മരിച്ചോണ്ട പറഞ്ഞു, നീ ഇനി പോയി അടുത്ത വിവാഹം കഴിച്ച് നീ സ്വന്തമായിട്ട് ജീവിച്ചോ. ഓർപ്പ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. ആർക്ക്? നവോമിക്ക് സന്തോഷമായി. എന്നാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു പ്രാരാബ്ധം ആര് കൂടെ കൂടി? നവോമിയുടെ കൂടെ ആര് കൂടി? രൂത്ത് കൂടി. അല്ലേ? രൂത്തിന്റെ മനോഹരമായ ഡിക്ലറേഷൻ ഉണ്ട്. 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. എന്താ പറയുന്നത്? നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും
എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യട്ടെ. അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അമ്മായിമ്മമാരും മരുമക്കളും ആരൊക്കെ അല്ലേ? മിണ്ടുന്നില്ലല്ലോ. എത്ര അമ്മായിയമ്മയും എത്ര മരുമക്കളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ ചിലപ്പോ ഒക്കെ ഞാൻ തമാശ പറഞ്ഞാളാ കേട്ടോ. എത്ര അമ്മായിമ്മയെ അടുത്ത് മരുമക്കൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മായിമ്മേ നീ ഉള്ളിടത്ത് നീ മാത്രം എനിക്ക് പറഞ്ഞു. തമാശക്ക് പറയാറുണ്ട് എപ്പോഴും, നീ അല്ലാതെ എന്റെ അമ്മായിമ്മ എനിക്ക് വേറെ ആരും ഇല്ല എന്ന് പറയാൻ എത്ര മരുമക്കൾക്ക് പറ്റും? രണ്ട് കാര്യമാണ് അതിനകത്ത്. അമ്മായിമ്മ അങ്ങനെ ആവണം, മരുമോളും. നിങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാ. ന്യൂസിലാൻഡ് ജനിച്ച ഒരു ബന്ധങ്ങളുടെ വലിയ വിഷയങ്ങളൊന്നുമില്ല അല്ലേ? അവരവരുടെ കാര്യം നോക്കി അങ്ങ് പൊക്കോളും. നാട്ടിലെ വലിയ വിഷയമാണ്, വലിയ പ്രശ്നങ്ങളാ. ആണ് ഇപ്പം ഒരു കൗൺസിലിംഗ് കേസ് ഒന്ന് കിടപ്പുണ്ട്. കൊച്ചു കാര്യമാണ്, ചെറിയ കാര്യമാണ്. എന്നറിയാമോ? വഴക്ക് മൂത്ത് 2 ദിവസം മുമ്പ് ആദ്യം എഴുന്നേറ്റ് വരുന്ന അമ്മായിമ്മയാ. മരുമോൾ എന്താ പറയാ, ഗ്യാസ് അങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചു. ആരുടെയോ കരുണയ്ക്ക് തീ പിടിക്കാൻ ഒന്നും ഇടയായില്ല. പുള്ളിക്കാരിക്ക് വല്ലാത്ത ഫൗൾ സ്മെൽ ഫീൽ ചെയ്ത് നോക്കിയപ്പോ എന്താ, ഗ്യാസ് എന്ത് ചെയ്യുക, ഗ്യാസ് തുറന്നിരിക്കുക. അത് ഇന്നലെ അവിടുത്തെ അച്ചായനും ഒരു ടെക്നീഷ്യൻ കൊണ്ടുവന്ന് CCTV ഉണ്ടായിരുന്നു. കാശ് കുറവെന്നുള്ള വീടല്ല, കാശുള്ള വീടാ. CCTV ഉണ്ടായിരുന്നു. നോക്കിയപ്പോ വെളുപ്പാങ്കാലത്ത് ആ മരുമോള് പതുങ്ങി പോയി ഇത് ചെയ്യുന്നത്, സ്റ്റെയർ ഇറങ്ങി വരുന്നത് എല്ലാം കാണാം. മനസ്സിലായോ? ചെയ്ത് കണ്ടില്ല. ഞാൻ മരുമകളെ കുറ്റം പറയല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിന്റെ ഒക്കെ അവസ്ഥകളൊക്കെ പണ്ടത്തേതിലും വളരെ വിഭിന്നമായിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നിങ്ങൾ ന്യൂസിലാൻഡിൽ ഇപ്പോൾ നന്നായി. കാരണം ആർക്കും ആരുടെ ബന്ധമില്ലല്ലോ, അവനവന്റെ ജോലി അവനും പോവാ, ആവശ്യം വിളിക്കുക, പോയി കാര്യം ചെയ്ത് തിരിച്ചു പോരുക, നല്ല കാര്യം. പക്ഷെ ഇവിടെയാണ് തിരിച്ചു വരാം. ഇവിടെയാണ് നവോമിയോട് രൂത്ത് എന്ന് പറയുന്ന മരുമകള് വളരെ വളരെ ഹൃദ്യമായിട്ടാണ് പറയുന്നത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയരുതേ. വാസ്തവത്തിൽ ഇത് വായിച്ചപ്പോ എന്റെ ഭാഗത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ ഉത്തമഗീതം ഇല്ലേ, ഉത്തമഗീതം, അതായത് സഭയും മണവാളനായ മശിഹ തമ്മിലുള്ള സ്നേഹത്തിന്റെ എക്സ്ട്രീം അതിനകത്ത് മൊത്തം പറയുന്നത് അല്ലേ? എന്റെ പ്രിയ, നീ എത്ര മനോഹരമായിരിക്കുന്നു, നീ എത്ര സുന്ദരനാണ്, നിന്നിലേക്ക് ഞാൻ ചേരട്ടെ എന്നൊക്കെ പറയുന്ന, അതൊരു പ്രേമത്തിന്റെ പാരവശ്യതയിൽ സഭയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഊഷ്മളത എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ദൈവം. നീ മരിക്കണം, ഞാനും മരിച്ചടക്കപ്പെടും. മണ്ഡത്തിനല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് ഒരു മരുമോള് പറയണമെങ്കിൽ ഈ നവോമി ഇപ്പൊ ആരായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു മരുമകൾ പറയണമെങ്കിൽ നവോമി എന്ന സ്ത്രീയെ ഇപ്പൊ ആരായിരിക്കും അല്ലേ? ഒരു ക്വാളിറ്റി പേഴ്സൺ ആയിരിക്കും അല്ലേ? ക്വാണ്ടിറ്റി അല്ല, ഒരു ക്വാളിറ്റി പേഴ്സൺ ആയിരിക്കും. അവർക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഞാൻ ചിലപ്പം ഇന്ന് രാവിലെ ചിന്തിച്ചൊരു കാര്യമുണ്ടേ, ഈ നവോമിയും അവിടെ ഭർത്താവും ഗുണമുള്ളവരായിരുന്നു, പക്ഷെ മക്കൾ എങ്ങനെയായിരുന്നു? ഗുണമില്ലാത്തവരായിരുന്നു അല്ലേ? അതിലൊരു മരുമോളും ഓർപ്പയും ഓക്കെ അമ്മയും പറഞ്ഞു കേട്ടനുസരിച്ച് പോയി. എന്നാൽ ഈ ഒരു സ്ത്രീ രൂത്ത് എന്ന സ്ത്രീ ഈ അമ്മായിമ്മയുടെ പുറകെ ഇത്രത്തോളം നടക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചേ. അവര് പറഞ്ഞ ഡിക്ലറേഷൻ, നിന്റെ ദൈവം എന്റെ ദൈവം, നീയും മരിക്കണം ഞാനും മരിച്ചടക്കപ്പെടും, നീ പോകുന്നത് ഞാനും പോരും. അപ്പൊ എത്ര വിശ്വാസമായിരിക്കും ഈ അമ്മായിമ്മയിൽ ഉണ്ടായിരുന്നത് അല്ലേ? വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഇതുപോലെ റിലേഷൻസാ വേണ്ടത് അല്ലേ? അത് ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, നമ്മുടെ ഇടവകയിലെ ഇതാകട്ടെ, നമ്മൾ ഈ മാനസികമായ ഐക്യത്തിൽ നിന്നുണ്ടാകുന്ന മനോഹരമായ ഒരു ചിന്താഗതി ഏത് അല്ലേ? വെറുതെ ഉണ്ടാകുന്ന സാധനമല്ല, മാനസികമായ അടുപ്പത്തിൽ ഉണ്ടാകുന്ന കാര്യം ഏത് അല്ലേ? അതുകൊണ്ട് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, എ ബിൽഡിംഗ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ് ബട്ട് എ ഹോം ഓർ എ ഹൗസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർട്ട്സ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു കെട്ടിടം കല്ലും മണ്ണും ഉണ്ടാക്കാം, പക്ഷെ ഒരു വീട്, ഒരു ഭവനം ആകുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയങ്ങൾ കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ?
വാസ്തവത്തിൽ നവോമി രൂത്ത് എന്ന ഹൃദയത്തിന്റെ ഇഴയെടുപ്പമാണ് ഒരു മരുമകള് ഇത്രമാത്രം പറയുവാനിടയാവുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മതഭക്തിയും മനുഷ്യസ്നേഹവും ഒരുപോലെ പ്രകടമാവുന്നു. മരണത്തിനല്ലാതെ വേറെ ഒന്നും എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഒരു മരുമകൾ പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ മതഭക്തിയുടെ ബോധം അങ്ങനെയാവണം. ദൈവ സ്നേഹത്തിനല്ലാതെ റോമാലേഖൻ ചോദ്യമുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിക്കുന്ന ആര്? പട്ടിണിയോ മരണമോ വരുവാനുള്ളതോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് തന്നെയാണ് രൂത്ത് ഇവിടെ നവമിയെ പറ്റി പറയുന്നത്. എന്നെ ഒരിക്കലും ഒരു ശക്തിക്കും ഒന്നിനും വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത്. കൂടാതെ അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിലുള്ള ദൃശ്യമാണ്. ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനം നൽകാത്ത നവോമി തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാണ്. പിന്നെ അന്യദേശത്ത് കപ്പടക്കപ്പെടുന്നതിനേക്കാൾ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരുവാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നലുള്ള ആ കാലയളവിൽ രൂത്തിന് നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു. സർവ്വവും തേയിച്ച് നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള രൂത്ത് നിശ്ചയം വീണ്ടെടുപ്പിന് ചരിത്രത്തിൽ നിർണയമാകുന്നു, അല്ലേ? അതാണ് അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യമുണ്ട്. എന്താ? ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. അതേ ഒരു തത്വമാണ് വാസ്തവത്തിൽ ഈ നവോമിയുടെ അടുത്ത് രൂത്തും പറയുന്നത്. എനിക്ക് നീ മാത്രം മതി, എന്റെ പിതൃദേശം വേണ്ട, എന്റെ പൂർവികരുടെ സ്ഥലം വേണ്ട, എനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, നീ എവിടെയാണോ അവിടെ മാത്രം ഞാനാകുന്നു എന്നുള്ളതാണ് പ്രത്യേകമായ ഒരു കൺസെപ്റ്റ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നവോമിയുടെ ദുഃഖപൂർണമായ സ്ഥിതിയിൽ ആളുകൾ അത്ഭുതപ്പെടുകയും അനുഭവം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കയ്പിന് അനുഭവത്തിന് തന്റെ പേരിന്റെ അർത്ഥമായ സന്തോഷം അനുവർത്ഥമാക്കുന്നവളാണ് നവോമി. നിങ്ങൾ ചിന്തിച്ചേ, നവോമി സന്തോഷം, രൂത്ത് കരുണ, ദയ. എന്തൊരു കോമ്പിനേഷൻ അല്ലേ? നവോമി സന്തോഷം, റൂത്ത് കരുണ അല്ലെങ്കിൽ ദയ. വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ ഈ സന്തോഷം, ഈ കരുണ നമുക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോടു കൂടെ ഇതിന്റെ ഒരു കണ്ടന്റ് എഴുതാൻ പറയുവാണെങ്കിൽ നിങ്ങൾ പറയണം, ക്രിസ്തു സ്നേഹത്തിന്റെ മനോഹരമായ പ്രതിഫലനത്തിന്റെ രണ്ട് പ്രതിച്ഛായകളാണ് നവോമിയും രൂത്തും. നവോമി ജീവിതത്തിന്റെ കൈപ്പേർ അനുഭവങ്ങൾ പോകുമ്പോഴും അവളുടെ പേരിനെ അനുവൃത്തമാക്കി സന്തോഷമുള്ളവൾ. എന്നാൽ ഭർത്താവ് മരിച്ചു, വീണ്ടെടുപ്പുകാരനായ ബോവാസിനൊപ്പം പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പോഴുമെല്ലാം അതിന്റെ അപ്പുറം അമ്മായിയമ്മ എന്ന് പറയുന്ന നവോമിയോടൊപ്പം കരുണയായി, സ്നേഹമായി ദയയായി കൂടുന്നവളാണ് രൂത്ത് എന്നുള്ള നല്ല ഒരു ഭാവം. ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ന് നവോമിയാകാൻ പറ്റും? നമുക്കെന്ന് രൂത്താകാൻ പറ്റും? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ദലീല മാഡവും ലിസി മാഡവും പിന്നെ മുകളിലത്തെ MMVS ന്യൂസിലാൻഡ് മാഡത്തെ എനിക്ക് പേര് അറിയത്തില്ല, മെർലി മാഡവും നിഷ മാഡവും ഫേബ മാഡവും ചില്ലു മാഡവും റിൻസി മാഡവും ലിനി മാഡവും ആശ മാഡവും ബിൻസു മാഡവും പ്രഭ മാഡവും നിമ്യം മാഡവും അഹാന മാഡവും ആലിസ് മാഡവും മറിയ മാഡവും ജീന മാഡവും സിമി മാഡവും നീതു മാഡവും മിനീഷ് മാഡവും ബിനി മാഡവും പിന്നെ കൂടെ നമ്മളെ പ്രിയപ്പെട്ട അച്ഛനും ആയിത്തീരുന്നത്, അല്ലേ? അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. എനിക്കൊരു കുഴപ്പമുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങ് പോവും. അച്ഛൻ അനുഭവ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ രൂത്ത് നവോമിയെ പോലെ നിങ്ങൾക്കാകുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. വളരെ സിമ്പിൾ ടെക്സ്റ്റ് വായിക്കാൻ, അല്ലേ? സിമ്പിളായിട്ട് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മോവാബിന്റെ ചരിത്രം മാത്രമേ ഇത് ഉള്ളൂ, അത് ഞാൻ ലോകത്തിന്റെ കാര്യം പറഞ്ഞു. അതൊന്ന് വായിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന കാര്യമാണ്. സിമ്പിളാണ്, അല്ലെ? സാഹസികമായുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരി ഭർത്താവാണ് പ്രിയപ്പെട്ട ഷിനോസാമച്ചൻ. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോസ് നടക്കുന്നതുകൊണ്ട് ഞാനും വളരെ തിരികെ പോണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസരത്തിനാണ് പ്രത്യേകമായി നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.